പുതിയ ഇടക്കാല സർക്കാർ അധികാരമേറ്റു. കഴിഞ്ഞ ഡിസംബർ ആദ്യം ബാഷർ അൽ അസദ് ഭരണകൂടത്തിന്റെ പതനത്തിന് ശേഷം രൂപീകരിച്ച താൽക്കാലിക ഭരണ സംവിധാനത്തിന് പകരമാണ് വിവിധ മത വംശീയ പ്രാതിനിധ്യമുള്ള 23 അംഗ ക്യാബിനറ്റ് സ്ഥാനമേറ്റത്. ഇടക്കാല പ്രസിഡന്റ് അഹദ് അഷ്റ ഒപ്പിട്ട താൽക്കാലിക ഭരണഘടന പ്രകാരം രൂപീകരിച്ച പുതിയ സർക്കാരിൽ പ്രധാനമന്ത്രിയില്ല. പകരം സെക്രട്ടറി ജനറൽ ആണ് ഉള്ളത്. വടക്കൻ സിറിയയിലെ കുർദുകളുടെ സ്വയംഭരണ മേഖലയിൽ നിന്നും ക്യാബിനറ്റിൽ ആരുമില്ല. എന്നാൽ കുർദുകളുടെ സായുധ വിഭാഗത്തെ സിറിയൻ സൈന്യത്തിന്റെ ഭാഗമാക്കി കഴിഞ്ഞ മാസം വെടിനിർത്തൽ കരാർ ഒപ്പിട്ടിരുന്നു. അസദ് സർക്കാരിനെ അട്ടിമറിച്ച് 4 മാസങ്ങൾക്ക് ശേഷം പുതിയ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്തു. ഇടക്കാല പ്രസിഡന്റ് അഹമ്മദ് അൽ ഷ്റ ഒപ്പുവെച്ച താൽക്കാലിക ഭരണഘടന പ്രകാരം പ്രധാനമന്ത്രിക്ക് പകരം സെക്രട്ടറി ജനറൽ ആണ് സർക്കാരിനെ നയിക്കുക. പുതിയ സർക്കാരിന്റെ രൂപീകരണം പുതിയ രാഷ്ട്രം കെട്ടിപ്പടുക്കാനുള്ള സംയുക്ത ഇച്ഛാശക്തിയുടെ പ്രഖ്യാപനമാണെന്ന് ഗവൺമെന്റ് രൂപീകരണത്തോടനുബന്ധിച്ച് നടത്തിയ പ്രസംഗത്തിൽ അൽ ഷറ പറഞ്ഞു. ഒരു പ്രൊഫഷണൽ സൈന്യത്തെ കെട്ടിപ്പടുക്കുക എന്നതാണ് തന്റെ പ്രധാന ലക്ഷ്യമെന്നും പ്രതിരോധ മന്ത്രി മുർഹാഫ് അബു ഹസ്ര പറഞ്ഞു. US പിന്തുണയുള്ളതും കുർദിഷ് നേതൃത്വത്തിലുള്ളതുമായ സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സിലെ അംഗങ്ങളെയോ വടക്ക് കിഴക്കൻ സിറിയയിലെ സ്വയംഭരണ സിവിൽ ഭരണകൂടത്തിലെ അംഗങ്ങളെയോ സർക്കാരിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പുതിയ മന്ത്രിമാരിൽ ഹിന്ദ് കബാവത്തും ഉൾപ്പെടുന്നു. 2011 മാർച്ചിൽ സംഘർഷം ആരംഭിച്ചത് മുതൽ അസദിനെ എതിർത്തിരുന്ന ക്രിസ്ത്യൻ ആക്ടിവിസ്റ്റ് ആയിരുന്നു ഹിന്ദ് കബാവത്ത്. സിറിയൻ സിവിൽ ഡിഫൻസിന്റെ തലവനായിരുന്ന റായിദ് സലീഫും മന്ത്രിസഭയിലുണ്ട്. ദമാസ്കസിൽ നിന്നുള്ള സിറിയൻ കുർദായ മുഹമ്മദ് ടെർക്കോയെ വിദ്യാഭ്യാസ മന്ത്രിയായി നിർമ്മിച്ചു. ന്യൂനപക്ഷമായ അലവൈറ്റ് വിഭാഗത്തിലെ അംഗങ്ങൾ താമസിക്കുന്ന തീരദേശ മേഖലയിൽ ഏറ്റുമുട്ടലുകളും കൊലപാതകങ്ങളും നടന്നതിനാൽ യുദ്ധം അവസാനിപ്പിക്കാനും രാജ്യത്ത് സ്ഥിരത കൊണ്ടുവരാനും ശ്രമിക്കുക എന്നതാണ് പുതിയ സർക്കാരിന്റെ പ്രധാന ദൗത്യം.